പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ കൂട്ടുകിട്ടിയ ഒരാളുടെ ഉറപ്പുള്ള വാക്കുകളും കരുത്തുള്ള ജീവിതവും കാണാം ഇന്നത്തെ സുവിശേഷത്തിൽ. കർത്താവിൻ്റെ അടുത്ത് വന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്, നിന്നെ ഞങ്ങളിപ്പോൾ വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരോടാണ് കർത്താവ് തിരിച്ചു പറയണത്, ശരി, നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നു, പക്ഷെ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകുന്ന സമയം വരുന്നുണ്ട്. ഒരുപാടൊന്നും ഒരാൾക്കും നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റില്ല എന്നേ. ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടിയാൽ കുഴി വരെ, ആ കുഴിക്കപ്പുറത്തേക്ക് നമ്മുടെ കൂടെ ഒന്നും ആർക്കും വരാൻ പറ്റില്ല. എന്നാൽ അതിനും അപ്പുറത്തുള്ള ഒരു സംരക്ഷണത്തിൻ്റെ കരവലയത്തിനെ കുറിച്ച് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തി തരും ഇന്നത്തെ സുവിശേഷത്തിൽ. എന്നാൽ നിങ്ങൾ താന്താങ്ങളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു, അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ ഒരൊറ്റ ശക്തിയിൽ കർത്താവ് ജീവിതത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളെയും ഒറ്റപ്പെടലുകളെയും അതിജീവിക്കുന്നൊരു കാഴ്ചയാണ്. ദൈവമെന്നുള്ള സാന്നിധ്യം പിതാവിൻ്റെ കരുതലായി തിരിച്ചറിഞ്ഞ ക്രിസ്തുവിൻ്റെ വലിയ സന്തോഷം തരുന്ന, ആശ്വാസവും ബലവും തരുന്ന വാക്കുകളാണ്. കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയൊരു മൂവിയിൽ നമ്മൾ അങ്ങനത്തെ ഒരു പാട്ടിങ്ങനെ അതിൻ്റെ വരികൾ നമ്മൾ കാണുന്നുണ്ട്. മകനെ ഞാനുണ്ടരികത്തൊരു കാണാ കണ്ണോട്ടമായി, മകനെ ഞാനുണ്ടകലത്തൊരു കാവൽ മാലാഖയായി. ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന കാവൽ മാലാഖയെ കണക്കൊരു അപ്പൻ്റെ കരുതൽ, തൊട്ടടുത്ത് നിന്ന് നമ്മളെ കരുതലോടുകൂടെ നമ്മുടെ ഓരോ ചുവടും സുരക്ഷിതമാണെന്ന് ഉറപ്പിക്കുന്നൊരു നോട്ടം. കർത്താവ് അത് തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കണേ. നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകും, അതെനിക്കറിയാം. നിങ്ങൾ ആർക്കും എൻ്റെ കൂടെ അധികമൊന്നും നിൽക്കാൻ പറ്റില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷേ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോകുമ്പോഴും ഞാൻ ഏകനല്ല, കാരണം എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട്. വചനം പറയണത് കുറച്ചുകൂടിയൊക്കെ ഒന്ന് കൊളോക്കിയലാക്കിയാൽ എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഉറപ്പ് കിട്ടിയ ഒരാളുടെ ശക്തിയോടുകൂടെയാണ് കർത്താവ് ജെറുസലേമിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. ഈശോ അതിനുശേഷം നമ്മളോട് പറയുന്നുണ്ട്, ഞാനിത് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ്. ഈ ഒരു ഉറപ്പ് കിട്ടിയാൽ ഈ ലോകത്ത് ആരും കൂടെ ഇല്ലെങ്കിലും മക്കളെ ഇപ്പോൾ വീട്ടിൽ ഈ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളല്ലാതെ ചിലപ്പോൾ ആരും ഉണ്ടാവില്ല. മക്കളൊക്കെ പുറത്തായിരിക്കാം, കൂടെ നിൽക്കാനായിട്ട് ആരുമില്ലാത്ത അവസ്ഥയിലായിരിക്കാം, നമ്മളെ ആരും മനസ്സിലാക്കാത്ത അവസ്ഥയുണ്ടാവാം, തള്ളിക്കളഞ്ഞിട്ടുണ്ടാവും, തെറ്റിദ്ധാരണയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവാം. കൂട്ടുകാരാണെന്ന് പറഞ്ഞിരുന്നവരെ ഇപ്പോൾ ഒന്ന് വിളിക്കുക പോലും ചെയ്യാത്ത അവസ്ഥയിലായിരിക്കാം. ഇങ്ങനെ മനസ്സ് തകർന്നിരിക്കുന്ന നമ്മളോടാണ് കർത്താവ് പറയണത്, എന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ പിതാവ് എന്നോട് കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്. വിട്ടുകളയാത്ത ദൈവീക കരുതലിൻ്റെ ഓർമ്മപ്പെടുത്തലുമായി ഇന്നത്തെ സുവിശേഷം. ഉറപ്പായിട്ടും ആ ഒരു ഉറപ്പ് കിട്ടിയാൽ, ആ ബോധ്യം കിട്ടിയാൽ പിന്നെ തളർച്ചയില്ല, നിരാശയില്ല, പരാതിയില്ല, സങ്കടങ്ങളില്ല, കരുത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന്. എത്ര കാലം നമ്മളിങ്ങനെ മക്കളില്ല, പ്രിയപ്പെട്ടവർ നോക്കുന്നില്ല എന്നുള്ള പരാതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കണേ? അതിനൊന്നും നേരമില്ല. മരിക്കുന്നതിന് മുൻപ് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ കണ്ടുമുട്ടുന്നവരുടെ ഹൃദയത്തിലേക്ക് മുഖത്തെ പുഞ്ചിരി പകർന്നു കൊടുക്കുന്ന വിധത്തിലൊന്ന് ജീവിച്ചു തുടങ്ങണ്ടേ നമുക്ക്? കർത്താവ് അതാ പറയണേ, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും. പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരില്ല. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്തു തന്നെയാണ് ഓരോരുത്തരും ഇങ്ങനെ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കണേ. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും, എന്നാൽ നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ, കാരണം ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകത്തെ ഞാൻ എങ്ങനെയാ കീഴടക്കിയെന്നുള്ള വഴിയാ കർത്താവ് പറഞ്ഞു തരണേ. എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും എൻ്റെ കൂടെ കർത്താവുള്ളിടത്തോളം കാലം ഞാൻ ആരെ പേടിക്കാൻ? ധൈര്യമായിട്ടിരിക്കണം. കൂടെയുള്ളത് ഈ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ ദൈവമാണെന്നുള്ള ഉറപ്പുണ്ടാവണം. അതോടുകൂടെ നമ്മുടെ മുന്നിൽ ഉയരുന്ന പ്രശ്നങ്ങളുടെ വൻമതിലുകൾ ഇങ്ങനെ ഇടിഞ്ഞില്ലാതാവുന്നതിൻ്റെ അനുഭവം നമുക്കറിയാൻ പറ്റും. കർത്താവിൻ്റെ കരം പിടിച്ച് ഒന്ന് മുന്നോട്ട് നടന്നു തുടങ്ങണം. പരാതികളില്ലാത്ത, പ്രയാസങ്ങളിൽ തകർന്നു പോകാത്ത കരുത്തുറ്റൊരു ജീവിതം. അതിനൊറ്റ കാരണം കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ലോകത്തിലെ ഞെരുക്കങ്ങളുണ്ടാവും. ഈ ഞെരുക്കങ്ങളുള്ള ഈ ലോകത്ത് അതിനെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റവൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള കരുത്തിൻ്റെ വഴിയാണിത്. എൻ്റെ അപ്പനും എൻ്റെ ഒപ്പമുണ്ട്.
ദൈവം കൂടെയുണ്ടെന്നുള്ള ശക്തിയിലും സന്തോഷത്തിലും പ്രത്യാശയിലും മുന്നോട്ട് നടക്കാനാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടുത്തെ ആ ഒരു കരത്തിൻ്റെ സ്പർശനം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാനായി നമുക്ക് ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിന്റെ തകർച്ചയുടെ സമയങ്ങളിൽ എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല എന്നുള്ള ഈരടികൾ കൊണ്ട് ജീവിതത്തെ ബലപ്പെടുത്തിയ ഒരു കൂട്ടുകാരനെ അറിയാം. ആ പാട്ടൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് നല്ലതാണ്. എന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഈ രാത്രി ഭയമില്ലാതെ ഉറക്കത്തിലേക്ക് പോകാം. നാളെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ പ്രത്യാശയോടുകൂടെ ഈ ലോകത്തെ ഇങ്ങനെ ഫേസ് ചെയ്യാനായിട്ടുള്ള ബലം കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്വസ്ഥമായി ശാന്തമായി കിടക്കകളിലേക്ക് മടങ്ങാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ